ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ അപ്കമിംഗ് വിശേഷത്തിലേക്ക് കടന്നാലോ. അപ്പൊ ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നലെ വരെ കണ്ടവർക്ക് അറിയായിരിക്കാം. ഇതിപ്പോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ കഥ ഒന്ന് ചുരുക്കത്തി പറയാം, ഒരു 2 വാക്കായിട്ട് പറയാം. നമ്മുടെ നന്ദുവിന് CI ആയിട്ട് പോസ്റ്റ് എടുത്തു, ജോലി കിട്ടി. അങ്ങനെ അനാമികയുടെ കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ അടുക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ കേസൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. ലാസ്റ്റ് മൂർത്തി തീരുമാനിച്ചത് കേസായിട്ട് മുന്നോട്ടേക്ക് പോകാതെ പറ്റില്ല, കാരണം ഒരു 50 ലക്ഷം രൂപയും കൂടി കാണാതെ പോയിരിക്കുകയാണ് അനന്തപുരി തറവാട്ടിൽ നിന്ന്. അപ്പൊ അതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ കേസായിട്ട് മുന്നോട്ടേക്ക് പോകണം. നാണക്കേടാന്നും പറഞ്ഞ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ അകത്തുള്ളവരാണോ അല്ലെങ്കിൽ പുറത്തുള്ളവരാണോ ചെയ്തോന്നൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോയത്. അങ്ങനെ കേസൊക്കെ കൊടുത്തു. നല്ല രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നന്ദുവിന് ആ ഒരു ജോലി കിട്ടുകയും അവിടുത്തെ ആ ഒരു സ്റ്റേഷനിലെ CI ആയിട്ട് തന്നെ ചാർജ് എടുത്തിട്ട് ആദ്യത്തെ കേസ് ഫയൽ ചെയ്യുന്നത് നമ്മുടെ അനാമികയുടെ കേസ് തന്നെയാണ്. അങ്ങനെ അനാമികയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, തൊണ്ടി മുതൽ സഹിതമായിട്ട് അനാമികയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നേരെ അനന്തപുരി തറവാട്ടിലേക്ക് ചെല്ലുന്ന നന്ദുവിനെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ എല്ലാവരും ഞെട്ടിവരച്ച് നിൽക്കുകയാണ്. അങ്ങനെ ചെന്നിട്ട് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം മേടിക്കുകയാണ്. എനിക്ക് ജോലി കിട്ടി, CI ആയിട്ടാണ് ഞാൻ ചാർജ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും നയനക്കൊക്കെ ഒരു വല്ലാത്ത സർപ്രൈസ് ആയി പോവാണ്. ആദർശനൊക്കെ ഭയങ്കര സന്തോഷമാകാണ് കേട്ടോ. ഏതായാലും മോള് മിടുക്കിയാണ്, മോളുടെ കഴിവ് തെളിയിച്ചല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഞാൻ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കാൻ വന്നതിലുപരിയായിട്ട് എനിക്ക് വേറൊരു കേസും കൂടെ ഉണ്ട്, അതിനും കൂടി വേണ്ടി ഞാൻ അനാമികയെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് പറയാ. ഇത് കേട്ടത് നമ്മുടെ അനാമിക ഞെട്ടിപ്പോയി. അനാമിക, എന്ത് തോന്നിവാസമാണ് നീ പറയുന്നത്? നീ വലിയ CI ഒക്കെ ആയിരിക്കാം, പക്ഷെ എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം നിനക്ക് എവിടെന്നാ കിട്ടിയത്? ആരാ എന്നെ അറസ്റ്റ് ചെയ്യാൻ നിന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി അനാമിക. അപ്പോഴത്തേക്കും അതെ, ഇപ്പൊ ഞാന് നന്ദു ആയിട്ടല്ല നിൽക്കുന്നത്, CI നന്ദു ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ മര്യാദയ്ക്ക് മാത്രമേ എന്നോട് സംസാരിക്കാൻ പാടുള്ളൂ അനാമിക. അല്ലാതെ ഇത്രയും നാള് നീ എന്റെ നെറുകയിൽ കയറി നിരങ്ങിയോലെ ഇനി നിരങ്ങാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അനാമികയുടെ ആ ഒരു ശബ്ദം അങ്ങ് കുറഞ്ഞു കേട്ടോ. അപ്പൊ തന്നെ ഫ്രണ്ടിലേക്ക് നമ്മുടെ ജാനകി അങ്ങ് ചെന്നിട്ട് നീ എന്താടി പറയുന്നത്? നിനക്കൊരു തൊപ്പി കയറി എന്നും പറഞ്ഞുകൊണ്ട് അനന്തപുരി തറവാട്ടിലെ മരുമകളുടെ മെക്കിട്ട് കയറാറായോടി നീ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ആരുടെ ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു കിട്ടിയ ജോലി അത് ആത്മാർത്ഥമായിട്ട് ചെയ്യും. അതിപ്പോ എന്റെ ബന്ധുവാണോ, അത് ആരുടെ എന്റെ സുഹൃത്താണോ, ആരും ആയിക്കോട്ടെ, കുറ്റം ചെയ്തവർ കുറ്റവാളികൾ തന്നെയാ. അതുകൊണ്ട് അനാമികനെ അറസ്റ്റ് ചെയ്യുക. ഈ വീട്ടില് കുറെ മോഷണങ്ങളൊക്കെ നടന്നല്ലോ, അതൊക്കെ ആരാണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ലല്ലോ, അത് തെളിയിക്കാൻ വേണ്ടി തന്നെയാ അനാമികനെ ഞാൻ ഇപ്പൊ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനാമിക, ദേ മുത്തശ്ശി പറയുന്നത് കേട്ടോ, ഇവൾക്ക് അഹങ്കാരം, ഇവളെ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടാ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവക്കിപ്പൊ ഞാൻ ഇവിടുന്ന് പോണം, ഞാൻ ഇവിടുന്ന് പോയിട്ട് ഈ അനന്തപുരി തറവാട്ടിലെ അനിയുടെ ഭാര്യയായിട്ട് ഇവക്ക് വരണം, അതിനുവേണ്ടി ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്കറിയാം. അല്ലാതെ മുത്തശ്ശ, ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കുന്നു മുത്തശ്ശനും മുത്തശ്ശിക്കും? ദേ അമ്മയ്ക്കൊക്കെ തോന്നുന്നുണ്ടോ? വല്യമ്മേ ഞാൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവയാനി പറയുന്നത്, മോള് തെറ്റ് ചെയ്തില്ലയോ എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞില്ലല്ലോ. ഏതായാലും ഇപ്പൊ മോളെ ഒന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു. മോള് എന്തിനാ പേടിക്കുന്നത്? മോള് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മോള് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പൊ നയനെ കൊണ്ടുപോകുകയാണെങ്കിൽ നയനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നയനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? അതുപോലെ എന്നെ കൊണ്ടുപോകുകയാണെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ മോൾക്ക് അങ്ങ് ധൈര്യമായിട്ട് പൊക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ജാനകിയുടെയും ഒക്കെ കിളി പാറി കേട്ടോ. ദേവയാനി ഒരിക്കലും ഇങ്ങനെ പറയുന്നവര് പ്രതീക്ഷിച്ചില്ല. ഏതായാലും ഈ സമയത്ത് തന്നെ നമ്മുടെ നന്ദുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്, എല്ലാവരുടെയും എന്താ പറയാ, മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെ നന്ദു അറസ്റ്റ് ചെയ്തുകൊണ്ട് അനാമികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഈ വിവരം നമ്മുടെ ജലജയൊക്കെ വിളിച്ചു പറയുകയാണ് കേട്ടോ. ജലജയും ജാനകി വിളിച്ചു പറയുന്നില്ല, ജലജ വിളിച്ചു പറയുകയാണ് വേണുവിനോട് രേവതിയോടും ഒക്കെ. രേവതിയും വേണു അങ്ങോട്ട് ചങ്കു തകർന്ന് നിൽക്കുക. എന്റെ ഈശ്വര, ഇതിനിപ്പോ എല്ലാം കണ്ടുപിടിച്ചെന്ന്, കാരണം അവർക്കറിയാം തന്റെ മക്കളെ അവര് 3 പേരും തെറ്റ് ചെയ്തെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നമ്മുടെ
നന്ദുവിനെ അല്ല അനാമികനെ വെളിയിൽ ഇറക്കണം. അപ്പൊ അതിനുവേണ്ടിയുള്ള തത്രപ്പാടുകളാണ്. എല്ലാവരുടെയും കാലും കൈയും പിടിച്ചൊക്കെ നോക്കുന്നു. പക്ഷേ CI നമ്മുടെ നന്ദുവാണ്. അവിടെ ഒന്നും വിലപ്പോവില്ല, ഒന്നും ഏക്കില്ല. അതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് ഉടനെ ഒന്നും വെളിയിൽ ഇറങ്ങാനും പറ്റില്ല. ഏതായാലും ഇതിനെ തുടർന്ന് തന്നെ നമ്മുടെ രേവതിനെയും വേണുവിനെയും കൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ജാനകി ആണെങ്കിൽ വന്നിട്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, എല്ലാവരും ഇപ്പൊ എന്റെ അനാമിക മോൾക്ക് എതിരെ നിന്ന് കളിക്കുകയാണല്ലേ ഏടത്തി ഇപ്പൊ എന്റെ മോൾക്ക് എതിരെയാണല്ലേ, ഏടത്തി ഒരുപാട് സ്നേഹിച്ചിരുന്ന മരുമകളല്ലേ, എന്നിട്ടിപ്പൊ ഏടത്തി എന്താ പറഞ്ഞത്, അവള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് ശിക്ഷ അനുഭവിക്കണം, അവൾക്ക് ശിക്ഷ കിട്ടണമെന്നല്ലേ. ഏടത്തി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അവൾ എന്തിനു തെറ്റ് ചെയ്യണം, ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ഇത്രയും പണമുള്ള വീട്ടിൽ നിന്ന് കയറി വന്ന് എന്റെ മരുമകൾ എന്ത് തെറ്റ് ചെയ്തെന്നായി പറയുന്നത്? ഇല്ല, ഒരിക്കലും ഞാനിത് വിശ്വസിക്കില്ല. അനി നിന്റെ ഭാര്യ, നീ മറക്കരുത്, നിനക്ക് അവളുടെ ആ യൂണിഫോം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ മയങ്ങിപ്പോയതാണോ, അല്ല ഇവിടെയുള്ള എല്ലാവരും അവളുടെ യൂണിഫോം കണ്ട് മയങ്ങിപ്പോയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മൂർത്തി പറഞ്ഞു, ജാനകി നീയെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടാ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഒരു പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു പോണമെങ്കിൽ അതിന് എന്തെങ്കിലും കാരണം കാണുമല്ലോ. അപ്പൊ എന്തെങ്കിലും കാരണമില്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. അനാമികയെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് വാശിയോ വൈരാഗ്യമോ ഒന്നുമല്ല, എന്തെങ്കിലും കാരണം കാണും. പ്രത്യേകിച്ച് നയനയുടെ അനിയത്തിയാണ് നന്ദു ന്യായമല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കേസിന്റെ രീതിയിൽ അങ്ങോട്ടേക്ക് പോട്ടെ. ഇനിയിപ്പൊ അനിയുടെ ജീവിതം പോവുകയാണെന്നാണ് ജാനകി നീ വിചാരിക്കുന്നതെങ്കിൽ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. അനിയുടെ ജീവിതം പോകുകയല്ല, അനിയുടെ ജീവിതം തെളിയുകയാണ്, കലക്ക വെള്ളം തെളിയുകയാണെന്ന് മാത്രം നീ കരുതിയാ മതി എന്ന് മൂർത്തി പറഞ്ഞത് കേട്ടപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ജാനകിക്ക് എന്തോ ഒന്നും മനസ്സിലാകുന്നില്ല. ജാനകി നിന്ന് ഭയങ്കര കരച്ചിൽ കേട്ടോ. അപ്പൊ ജാനകിയുടെ അടുത്ത് ജലജ വന്നിട്ട് പറഞ്ഞു, ദേ ജാനകി, ഇവിടെ ഉള്ളവരെല്ലാവരെയും ഉണ്ടല്ലോ നമ്മളെ വട്ടി കളിപ്പിക്കണതാ, അല്ലാതെ അനാമിക മോള് തെറ്റ് ചെയ്യില്ലെന്ന് അറിയില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ല ജലജ, നീയല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അനാമിക മോള് എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അനാമിക തെറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നീ ഇവിടെ കുറെ പ്രസംഗിച്ചതാണല്ലോ, പിന്നെന്താ നീ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം നിനക്ക്? അല്ല ഏടത്തി നല്ല ജാനകി, ഞാൻ പറഞ്ഞത് അവള് വലിയ വീട്ടിലൊരു പെൺകുട്ടിയാണല്ലോ, അപ്പൊ അവള് തെറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. നമ്മുടെ ജലജ ആണെങ്കിൽ അവിടെ ഇവിടെ നിൽക്കും കേട്ടോ. കുറച്ചു നേരം അനാമികയുടെ കൂടെ ആണെങ്കിൽ കുറച്ചു നേരം ജലജയുടെ കൂടെ, കുറച്ചു നേരം ദേവയാരിയുടെ കൂടെ. നമ്മുടെ ജലജയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ അങ്ങ് തട്ടിമുട്ടിയൊക്കെ നിന്ന് കഴിഞ്ഞു പോയാൽ മതി അനന്തപുരി തറവാട്ടിലെ മകളായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശ്നം എങ്ങനെ വഷളാക്കാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ വേറൊരു വൺ ട്വിസ്റ്റും കൂടെ വരികയാണ്. നമ്മുടെ അനാമിക ആദ്യം ഒന്ന് വിവാഹം കഴിച്ചതായിരുന്നു. നമ്മുടെ അനാമികയെ ആദ്യം ഒന്ന് വിവാഹം കഴിച്ചത് ആർക്കും അറിയില്ലായിരുന്നു. അത് മറച്ചു വെച്ചുകൊണ്ടാണ് നമ്മുടെ അനിയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും അത് ലീഗലായിട്ടുള്ള വിവാഹം ആകില്ല, അൺലീഗൽ ആയിട്ടുള്ള വിവാഹമാവുകയല്ലേ ഉള്ളൂ. ആദ്യത്തെ വിവാഹം ഡിവോഴ്സ് ഒന്നും ആയിട്ടില്ലായിരുന്നു. അപ്പൊ ആദ്യത്തെ വിവാഹം ഡിവോഴ്സ് ആകാതെയാണ് ഈ വിവാഹം നടത്തിയത് എന്നും പോലീസുകാർ കണ്ടുപിടിക്കുകയാണ്. അപ്പം അതിന്റെ റിപ്പോർട്ടും ഒക്കെ ആയിട്ടും നമ്മുടെ നന്ദു അനന്തപുരി തറവാട്ടിലേക്ക് വരികയാണ്. അപ്പൊ അനന്തപുരി തറവാട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ജാനകി സഹിതം ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. കാരണം ആ ഒരു അവസ്ഥയാണ്. ജാനകിയൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ അനാമിക ആദ്യം ഒന്ന് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അവസ്ഥ. ഈ പറയുന്ന നയനയ്ക്കോ നവ്യക്കോ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. അപ്പൊ ആദ്യമൊക്കെ ഇതൊക്കെ വെറുതെയാണ്, നമ്മുടെ നന്ദുവിന്റെ വാശിയും വൈരാഗ്യവും കാരണമാണ് എന്നൊക്കെയാണ് ജാനകിയും ഒക്കെ വിശ്വസിച്ചത്. പക്ഷെ അതല്ല, തെളിവ് സഹിതം ഫോട്ടോ സഹിതമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ പിന്നില് ഒരു ചെറിയൊരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ മനോഹറിനെ അറിയില്ലേ, കിരണിന്റെയും കല്യാണിയുടെയും ആ ഒരു കഥയിലെ മനോഹർ, ആ മനോഹറാണ് നമ്മുടെ അനാമികയെ ആദ്യം വിവാഹം കഴിച്ച് തട്ടിച്ചത്. തട്ടിപ്പ് വിവാഹം തന്നെ ആയിരുന്നു. നമ്മുടെ മനോഹറിനെ അറിയാലോ, തട്ടിപ്പിന്റെ വീരനാണ്, കല്യാണ വീരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിവാഹം കഴിച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞാണ്, അതും വലിയ പണക്കാരനാന്നും പറഞ്ഞുകൊണ്ട് അനാമിക കയറി ചെന്നതായിരുന്നു. പക്ഷെ അവിടെ ഒരു തിരിച്ചറിവ് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് വെറും ഫ്ലോപ്പ് ആയിരുന്നു, ആ കല്യാണം വെറും ഫ്ലോപ്പ് ആയിരുന്നു, നമ്മുടെ മനോഹർ കബളിപ്പിച്ചതായിരുന്നു എന്ന് മനസ്സിലായത്. ഇത് കിരണും കല്യാണിയും ഒക്കെ വഴിയാണ് നന്ദുവിന്റെ കയ്യിൽ ഈ ഒരു വിവരം എത്തിച്ചേരുന്നത്. അപ്പൊ അതൊക്കെ ഞാനിപ്പോ പറയുന്നില്ല, അതൊക്കെ പതുക്കെ നമുക്ക് ഇനിയിപ്പോ ഒരുപാട് എപ്പിസോഡുകൾ കാണാൻ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ മനോഹറാണ് വിവാഹ തട്ടിപ്പ് വീരനായ കിരണിന്റെയും കല്യാണയിലെയും കഥയിലെ മനോഹറാണ്
നമ്മുടെ അനാമികയുടെ ആദ്യം വിവാഹം കഴിച്ച ചെറുപ്പക്കാരൻ. അപ്പൊ അതൊക്കെ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരും. അപ്പൊ ഇങ്ങനെ കുറച്ച് ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ കഥയുമായിട്ട് കണക്റ്റഡ് ആണല്ലോ ഈ ഒരു കഥ. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങോട്ടേക്കൊരു ഇത് അവർ വെച്ചത് മനോഹരമായിട്ട്. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷങ്ങളൊക്കെ ആട്ടെ നമ്മൾ കാണാനിരിക്കുന്നത്. അപ്പൊ എന്നും 12:30 ആകുമ്പം ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരറിയാൻ വേണ്ടി പറഞ്ഞാണ് എന്നും 12:30 നമ്മളിത് ഇടുന്നത്. പിന്നെ നമ്മുടെ ഇതിന്റെ ഫുൾ വിശേഷം നയനയുടെയും ആദർശിന്റെയും ഫുൾ വിശേഷം നമ്മുടെ മെയിൻ ചാനലായ ജിൽജിൽ ചിന്നുവിനകത്ത് നമ്മൾ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കഥയും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉടനെ തന്നെ ഒരു പുതിയ കഥയും കൂടെ നമ്മൾ ഇടും കേട്ടോ. പുതിയ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും കഥയുണ്ടല്ലോ. അപ്പൊ അതോടെ ഇടാൻ നമ്മൾ ഒരു ചെറിയൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഈ ചാനലിൽ തന്നെയാണ് നമ്മൾ അത് ഇടുന്നത്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് തന്നെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നമുക്ക് ഇത്രയും ദിവസം കൊണ്ട് 1 മാസം ആയതുള്ളൂ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. ഇത്രയും ദിവസം കൊണ്ട് ഒരു 6,000 പേര് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട് നമുക്ക്. അപ്പൊ എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ നേരുന്നു. അപ്പം അടുത്ത വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.